നമസ്കാരം. ഏത് സിനിമ ചെയ്യുമ്പോഴും ആഗ്രഹിക്കുന്ന ഇതുപോലൊരു ദിവസം ഉണ്ടാകണേ എന്നാണ്. ഒരു വലിയ വിജയമായി തീർന്ന് ആ വിജയം ആ സിനിമയിൽ നമ്മളോടൊപ്പം പ്രവർത്തിച്ച ആൾക്കാരുമായി ആഘോഷിക്കാൻ ഒരു അവസരം ഉണ്ടാകണേ എന്നുള്ള പ്രാർത്ഥനയാണ്. അപ്പൊ ആ പ്രാർത്ഥന ഈശ്വരൻ കേട്ട ഒരു സിനിമയാണ് ഗുരുവായൂരമ്പല നടയിരുന്നതിൽ ഒരുപാട് സന്തോഷം, അഭിമാനം. വിപിൻ ദാസ് എന്ന സംവിധായകനിൽ നിന്നും അസിസ്റ്റൻസ് എല്ലാവരും ആദ്യം പഠിക്കേണ്ടത് സിനിമ എടുക്കാനല്ല, എങ്ങനെ ഡേറ്റ് വാങ്ങിക്കണം എന്നാണ്. കാരണം ഈ പ്രോജക്റ്റുമായിട്ട് വിപിൻ എന്നെ അപ്രോച്ച് ചെയ്യുന്നത് വേറൊരു കഥയാണ്. മറ്റൊരു പ്രോജക്റ്റാണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അന്ന് ഞാൻ വിപിൻ ഉടനെ എങ്ങും എനിക്ക് സമയം ഉണ്ടായില്ല, കാരണം ഇങ്ങനെ എന്റെ 1-2 ആക്ടിംഗ് കമ്മിറ്റ്മെന്റ്സും ഒരു സിനിമ സംവിധാനം ചെയ്യുന്നുണ്ട്. ഓഹോ അതെയല്ലേ, ശരി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ കറങ്ങി തിരിഞ്ഞ് മറ്റൊരു കഥയുമായിട്ട് വന്ന് അത് 2 ഹീറോസ് ഉണ്ട്, അപ്പൊ പൃഥ്വിരാജിന്റെ കുറച്ച് ദിവസങ്ങൾ മതി എന്നൊക്കെ പറഞ്ഞ് ഞാൻ മണാലി ഒരു ഹിന്ദി സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സാരഥിയും വിപിനും മുകേഷ് സാറും അവിടെ വന്ന് ഒരു ദിവസം വൈകുന്നേരം സംസാരിച്ച് അടുത്ത ദിവസം രാവിലെ ആയപ്പോൾ ഡേറ്റ് ഞാൻ കൊടുത്തു. അപ്പൊ എനിക്ക് എങ്ങനെയാണ് സംഭവിച്ചതെന്ന് ഇപ്പോഴും അറിയില്ല. അത് ഞാനും വിപിൻ ചെയ്ത് പഠിക്കേണ്ട കാര്യമാണ്. അങ്ങനെ ഈ സിനിമ സംഭവിക്കുന്നു, സിനിമ ഒരു വലിയ വിജയമാകുന്നു. എനിക്ക് തോന്നുന്നു E4-ന്റെയും എന്റെയും ഒക്കെ ലൈഫിൽ E4 എന്റർടൈൻമെന്റ് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന്റെ കോമ്പിനേഷനിൽ ഏറ്റവും വലിയ വിജയമായ സിനിമയാണ്. അങ്ങനെ നമ്മൾ ഈ സിനിമ വിജയിക്കുന്നു. വലിയ വിജയമായതിനു ശേഷം വിപിൻ അപ്പൊ നമ്മള് ആദ്യം പറഞ്ഞ കഥ അത് നമുക്ക് ചെയ്യാം. അപ്പൊ ഞാൻ ഇപ്പൊ സമയമില്ലല്ലോ, കാരണം ഞാൻ ഇങ്ങനെ സിനിമ സംവിധാനം ചെയ്യുന്നു, പിന്നെ അത് കഴിഞ്ഞ് മറ്റു കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. ഞാൻ സിനിമ കമ്മിറ്റിയായിട്ട് ഡയറക്ടേഴ്സ് ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എനിക്ക് മറ്റു അതെല്ലേ ഓക്കെ എന്തൊക്കെയോ പറയുന്നു. കുറച്ച് കഴിഞ്ഞ് എങ്ങനെയോ ഡേറ്റ് ശരിയാവുന്നു. ഇതെങ്ങനെ എന്നുള്ളതാണ് എനിക്ക് ആദ്യം പഠിക്കേണ്ടത് വിപിന്റെ കയ്യിൽ നിന്നും. പിന്നെ അദ്ദേഹം വളരെ മനോഹരമായ ഒരു ഫിലിം മേക്കറാണ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ മലയാളത്തില് അങ്ങനെ ഒരുപാട് പേരെ നമുക്ക് എടുത്തു പറയാൻ പറ്റില്ല ഈ ജോണർ ക്രാക്ക് ചെയ്തിട്ടുള്ള ഫിലിം മേക്കേഴ്സ്. എനിക്ക് മറ്റൊരാൾ ബേസിലായിരിക്കും. പിന്നെ ബേസിൽ ഇപ്പോ സംവിധാനത്തിനേക്കാൾ കുറച്ചുകൂടെ ഫീസിബിൾ അഭിനയമാണെന്നുള്ള തിരിച്ചറിവ് വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ അടുത്ത സംവിധാന സംരംഭം എപ്പോഴാണെന്നുള്ളതിനെ കുറിച്ച് ആർക്കും ഒരു വ്യക്തതയില്ല. എന്നിരുന്നാലും താങ്ക് യു വിപിൻ, ആനന്ദൻ എന്ന കഥാപാത്രം എന്നിൽ കണ്ടതിന്. ഇതുപോലെ ഇതിനേക്കാൾ എക്സൈറ്റഡ് ആണ് ഞാൻ അടുത്ത കഥാപാത്രത്തിൽ. അതിനെക്കുറിച്ച് ഞാനിപ്പോ പറയുന്നില്ല, ഔപചാരികമായ അനൗൺസ്മെന്റ് നമുക്ക് പിന്നീട് നടത്താം. മുകേഷ് സർ, സാരഥി, E4. ഞാൻ ആദ്യം നമ്മൾ ഒരുമിച്ചൊരു സിനിമ ചെയ്യുന്നത് എസ്ര എന്ന് പറയുന്ന സിനിമയാണ്. ആ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് മുമ്പ് ഞാൻ സുപ്രിയോട് പറയുന്ന മലയാളത്തിലെ ഏറ്റവും ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ഏറ്റവും പ്രൊഫഷണൽ പ്രൊഡക്ഷൻ സെറ്റപ്പ് ഉള്ള ഒരു കമ്പനിയാണ്. ഈ പ്രൊഫഷണലിസം എന്ന് പറയുന്നത് കാര്യങ്ങൾ കൃത്യമായി നിർവഹിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു സിനിമയെ എങ്ങനെ സമീപിക്കണം, ഒരു സിനിമയെ എങ്ങനെ ഒരു ആർട്ട് ഫോമായി സമീപിക്കണം എന്നുള്ളത് അറിയുക എന്നുള്ളതിന്റെ പിന്നിൽ പ്രൊഡക്ഷൻ ഒരു സ്കിൽ ഉണ്ടാകണം. ഈ പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ക്രാഫ്റ്റ് ആണ് എന്ന തിരിച്ചറിവ് വളരെ കുറച്ച് ആൾക്കാർക്കേ ഉള്ളൂ. സംവിധാനം പോലെയും എഡിറ്റിംഗ് പോലെയും സിനിമാറ്റോഗ്രാഫി പോലെയും ഫിലിം പ്രൊഡക്ഷൻ ഒരു ക്രാഫ്റ്റ് ആണ് എന്നുള്ളൊരു അറിവ് തിരിച്ചറിവ് വളരെ കുറച്ച് ആൾക്കാർക്കേ ഉള്ളൂ. ആ ക്രാഫ്റ്റ് വളരെ മനോഹരമായി നിർവഹിക്കുന്ന മലയാളത്തിലെ ഒരു മുൻനിര ബാനറാണ് E4 എന്റർടൈൻമെന്റ്. എടുത്തു പറയുന്ന മറ്റൊരാളുണ്ട്, സഞ്ജയ് സർ, അനീഷ്, AP ഇന്റർനാഷണൽ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സൈലന്റ് പാർട്ണറായിട്ട് മാത്രമാണ് ഒരുപക്ഷെ സഞ്ജയ് സാറിന് ഈ പ്രോജക്റ്റിൽ അറിയാവുന്നത്. ബേസിലിനെ പോലെയോ ഇവിടെ ഇരിക്കുന്ന മറ്റു ചെറുപ്പക്കാരെ പോലെയോ ഒന്നും നിങ്ങൾക്ക് പരിചിതമല്ലാത്ത മലയാള സിനിമയുടെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ജഗദീഷ് ചേട്ടനും പരിചയപ്പെടുന്ന ഞങ്ങൾ ഓൾഡ് ജനറേഷൻ അത് പരിചയമുണ്ട്. കാരണം ഈ സിനിമകളൊക്കെ എടുത്ത് അന്ന് ഈ ബിസിനസ്സുകൾ, സാറ്റലൈറ്റ്, ഡിജിറ്റൽ, സ്ട്രീമിംഗ്, ഓവർസീസ് എന്നൊക്കെ പറയുന്നത് ഇന്നത്തെ പോലെ അല്ല. ഇപ്പൊ ഒരു സിനിമ റിലീസ് ചെയ്ത് പ്രൊഡ്യൂസേഴ്സ് എവിടുന്നെങ്കിലും ഒക്കെ പൈസ എടുത്ത് സിനിമ കംപ്ലീറ്റ് ചെയ്ത് റിലീസിന് മുമ്പ് കംപ്ലീറ്റ് ചെയ്ത് റിലീസിനോട് അടുക്കുമ്പോഴാണ് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാവുന്നത്. ഒരുപക്ഷെ ഈ സിനിമ റിലീസ് ചെയ്യാൻ കഴിയില്ല, അയ്യോ ഇത് ഇത്ര കോടി രൂപ നമ്മൾ നാളേക്കുള്ളിൽ ഇത്രയും ആൾക്കാർക്ക് പേ ചെയ്തില്ലെങ്കിൽ ഈ സിനിമ റിലീസ് ചെയ്യാൻ കഴിയില്ല എന്നൊക്കെയുള്ള അവസ്ഥകൾ, എന്നൊക്കെയുള്ള ചലഞ്ചസ് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ നടീനടന്മാർ അതൊന്നും അഭിമുഖിച്ചിട്ടുണ്ടാവില്ല, ഫേസ് ചെയ്തിട്ടുണ്ടാവില്ല. ഞാനൊക്കെ അത് ഫേസ് ചെയ്തിട്ടുള്ള അവസാനത്തെ ജനറേഷൻ ഓഫ് ആക്ടേഴ്സ് എന്റേതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ കടന്നു പോകുമ്പോൾ ഒരുപാട് പ്രാവശ്യം എന്റെ ഒരു ഫോൺ കോളിനെ വിശ്വസിച്ച് കോടികൾ മുടക്കി എന്റെ സിനിമകൾ റിലീസ് ചെയ്യാൻ എന്നെ സഹായിച്ചിട്ടുള്ള ആളാണ് സഞ്ജയ്. സോ താങ്ക് യു ഫോർ ബിലീവിംഗ് ഇൻ മീ ഓൾ ത്രൂ. ഇന്ന് അദ്ദേഹത്തിനോടൊപ്പം ഒരു വലിയ വിജയചിത്രങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് ഒരു കാലത്തിന്റെ കാവ്യനീതിയായി ഞാൻ കാണുന്നു. അന്ന് മുതൽ തുടങ്ങിയതാണ്. ആൻഡ് ഐ ക്യാൻ അഷ്വർ യു ദാറ്റ് ദിസ് വിൽ ബി a partnership that will now stand for a long time. എന്നോടൊപ്പം വർക്ക് ചെയ്ത മറ്റു കാസ്റ്റ് ആൻഡ് ക്രൂ, ഈ സെറ്റിലെ അമ്മാവൻ ഞാനായിരുന്നു. കാരണം ബാക്കി എല്ലാം ഈ ന്യൂ ജനറേഷൻ പിള്ളേരാണ്.
ബേസിലെ പ്രായം ന്യൂ ജനറേഷനിൽ അല്ലെങ്കിലും ഇതുപോലെ ഗോൾഡൻ മുടി മറയ്ക്കാൻ പച്ച തൊപ്പിയൊക്കെ ഇറങ്ങിയിട്ടുണ്ടാണ്. അപ്പൊ മൊത്തത്തിൽ ബേസിൽ ഇപ്പൊ ഒരു ന്യൂജൻ ഐക്കണാണ്. എനിക്ക് തോന്നി ബേസിൽ, ടൊവിനോ ഇവന്മാരൊക്കെ കൂടെയാണ് എന്നെയൊക്കെ അമ്മാവനാക്കുന്നതിന് പിന്നിലെ പ്രധാനികൾ. എന്നിരുന്നാലും എനിക്ക് ഭയങ്കര റിഫ്രഷിംഗ് ആയിരുന്നു ബേസിലെ പോലെയും അനശ്വരെ പോലെയും നിഖിലെ പോലെയും ഒക്കെ ഉള്ളൊരു എനിക്ക് ശേഷം വന്നൊരു ജനറേഷൻ ഓഫ് ആക്ടേഴ്സിനോടൊപ്പം ഒരു സിനിമയിൽ വർക്ക് ചെയ്യാൻ. അതിനേക്കാൾ എനിക്ക് റിഫ്രഷിംഗ് ആയിരുന്നു നമ്മുടെ ആ പുറകിലിരിക്കുന്ന ഗ്രൂപ്പ്. എല്ലാവരുടെയും പേര് ഞാൻ എടുത്തെടുത്ത് പറയുന്നില്ല, കാരണം ഈ പുതിയ ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവരെ നമ്മുടെ പ്രോസസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. കാരണം ദേ കം ഫ്രം എ ഡിഫറെന്റ് വേൾഡ്. നമ്മളാണ് ശരിക്കും അവരുടെ പ്രോസസ്സിലേക്ക് എത്തിപ്പെടുന്നത്. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് അവരുടെ പെർഫോമൻസിന്റെ മീറ്ററും അവരുടെ ഡയലോഗ് പറയുന്ന രീതിയുമൊക്കെ എനിക്ക് തോന്നി ഇൻസ്റ്റഗ്രാം റീലിൽ നിന്നൊക്കെയാണ് അവരുടെ പെർഫോമൻസ് ബ്രീഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ ഒരു കൺവെൻഷണൽ രീതിയല്ല, ഒരു സ്ക്രിപ്റ്റ് വായിച്ച് ഒരു സീൻ വായിച്ച് ഒരു പെർഫോമൻസ് ചാർട്ട് ചെയ്ത് നമ്മുടെ കൺവെൻഷണൽ രീതി അല്ല അവരുടേത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ ഒരുപാട് കാര്യങ്ങൾ അവരിൽ നിന്ന് പഠിച്ചൊരു സിനിമയാണ് ഗുരുവായൂർ നടക്കുന്ന ഈ സിനിമ. സോ ഫോർ ദാറ്റ് ഐ എം ഗ്രേറ്റ്ഫുൾ. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടിയത്. ഇതിന് പിന്നിൽ വിപിനോടൊപ്പം വർക്ക് ചെയ്ത ഒരു വലിയ ടീം ഓഫ് ടെക്നീഷ്യൻസ് ഉണ്ട്. എല്ലാം പുതിയ ആൾക്കാരാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ സെറ്റിൽ ഫസ്റ്റ് ഡേ ഒക്കെ കടന്നു വരുമ്പോൾ എല്ലാവരും പെട്ടെന്ന് മിണ്ടാതൊക്കെ ഇരിക്കും. കാരണം അയ്യോ അമ്മാവനെത്തി നമ്മൾ വന്നില്ല. എല്ലാം പുതിയ ആൾക്കാരാണ്. അപ്പൊ ഈ കുറെ പുതിയ ആൾക്കാരോട് വർക്ക് ചെയ്യുകയും അവരൊക്കെ ഇത്രയും ടാലന്റഡ് ആണോ തിരിച്ചറിയുകയും ചെയ്യുന്നത് എന്നെ പോലുള്ള ഒരാൾക്ക് ഭയങ്കര ഒരു റിഫ്രഷിംഗ് ആയിട്ടൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പൊ അതിന് താങ്ക് യു ടു ഈച്ച് വൺ ഓഫ് യു. പുതിയ ആൾക്കാർ ഇതിലൊരു എഡിറ്റർ ഉണ്ട്, ആന്റിക് പീസ് ആണ് ജോൺ കുട്ടി. എന്നോട് ഒരുപാട് സിനിമ എന്നോട് വർക്ക് ചെയ്യുന്ന ആളാണ്. ജോൺ ഒഴിച്ച് ഇതിലെ ക്യാമറമാൻ. പിന്നെ അസോസിയേറ്റ് ശ്രീലായി, അത് പ്രാചീനം. ശ്രീലാലൊക്കെ മൊയ്തി ടൈമിലൊക്കെ നമ്മുടെ അസോസിയേറ്റ് ആണ്. അപ്പോ എനിക്കൊന്ന് നിങ്ങളുടെ അസോസിയേറ്റ് ആയിട്ടാണ് ഞാൻ ആദ്യം ശ്രീലാലിനെ പരിചയപ്പെടുന്നത് അല്ലേ? അതിന് അതിനും മുമ്പ് എന്റെ അപ്പൊ അങ്ങനെ കുറച്ചു പേരെ മാറ്റി നിർത്തിയാൽ ഒരുപാട് പുതിയ ആൾക്കാരോടൊപ്പം ഉണ്ടായിരിക്കും. എല്ലാവരോടെയും വർക്ക് ചെയ്യാൻ എനിക്ക് ആദ്യമേ അവസരം കിട്ടിയ ഒരു സിനിമയാണ്. സോ താങ്ക് യു. പിന്നെ പ്രായം കൂടുന്നവരും ഷർട്ടിലെ ഡിസൈൻ കൂടിയിരുന്ന ജഗദീഷ് ചേട്ടനും, അതുപോലെ തന്നെ പ്രായം കൂടുന്നവരും പുച്ഛം കൂടിയിരുന്ന ബൈചേട്ടനും, രണ്ടുപേരും കൂടെ ഉണ്ട്. അതെ, രണ്ടുപേര് എനിക്ക് ഭയങ്കര പേഴ്സണലി ഭയങ്കര അടുപ്പമുള്ള ആൾക്കാരാണ്. എന്നെ ചെറിയ കാലം മുതൽ കാണുന്ന ആൾക്കാരാണ്. രണ്ടുപേരോടൊപ്പവും ഇന്നും സജീവമായി സിനിമയിൽ അഭിനയിക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് എനിക്ക് വലിയ ലെസണാണ്. കാരണം ജഗദീഷ് ചേട്ടൻ ഇന്നായിരിക്കുന്ന പിള്ളേരോടൊപ്പം അഭിനയിക്കുമ്പോഴും അവരുടെ ടൈം ലൈനിലുള്ള ആക്ടറാണ്. ബൈജു ചേട്ടൻ ഇന്നും വിപിൻ ദാസിന്റെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ വിപിൻ ദാസിന്റെ ഗ്രാമറിലുള്ള ആക്ടറാണ്. അതുപോലെ ആകണേ ഞാനും എന്നാണ് എന്റെ പ്രാർത്ഥന. നമ്മുടെ എനിക്ക് വലിയ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉള്ള ആക്ടറാണ്. കാരണം എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് അവസാനമായി സംവിധാനം ചെയ്ത എന്റെ ഏറ്റവും നല്ല സിനിമകളിൽ ഒന്നിൽ എന്നോടൊപ്പം ഒരു മുഴുനീള കഥാപാത്രത്തിൽ അഭിനയിച്ച ആളാണ്. എല്ലാവരുടെയും പേരുകൾ ഞാൻ എടുത്ത് പറയുന്നില്ല. ഇന്നിവിടെ എത്തിയതിൽ ഈ സന്തോഷത്തിൽ പങ്കുചേരുന്നതിൽ ഒരുപാട് സന്തോഷം. അരവിന്ദ്, ഇവിടെ ഇരിക്കുന്നവരാരും എന്നെ കണ്ടിട്ടില്ലാത്ത വളരെ റോ ആയ ഒരു ക്യാമറയ്ക്ക് മുമ്പിൽ എങ്ങനെ നിൽക്കണമെന്നോ ഒരു ഡയലോഗ് എങ്ങനെ പറയണമെന്നോ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്നോ ഒന്നും അറിയാത്ത എന്നെ കണ്ട എന്റെ കോ ആക്ടറാണ് അരവിന്ദ്. എന്റെ ഫസ്റ്റ് സിനിമയിൽ ശരിക്ക് എന്റെ ആദ്യത്തെ സിനിമ ഞാൻ ചെയ്യുമ്പോൾ എന്റെ മനസ്സിൽ എനിക്ക് അരവിന്ദിനെ പോലെ ആകണമെന്നാണ്. ബിക്കോസ് ഹി വാസ് സച്ച് എ ഗുഡ് ആക്ടർ ഈവൻ ബാക്ക് ദെൻ. He still is a fantastic dancer. I don't know if you know this. എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. അദ്ദേഹം ഒരു പ്രൊഫഷണൽ ഡാൻസർ ആണ്. ആൻഡ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നമ്മള് ഗുണ്ടൽപേട്ടിൽ അരവിന്ദിന്റെയും നവ്യയുടെയും പാട്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അന്ന് ആ പാട്ടിന്റെ ഷൂട്ടിംഗ് കാണാൻ ഞാൻ പോയിട്ട് ഞാനിങ്ങനെ വണ്ടറടിച്ചിരിക്കുകയാണ്. എന്റെ ദൈവമേ, ഐ നീഡ് ടു ബി ദിസ് ഗുഡ് ടു ബി ഇൻ സിനിമ എന്നുള്ളത്. സോ താങ്ക് യു ഫോർ ഇൻസ്പയറിംഗ് മീ ഫ്രം മൈ ഫസ്റ്റ് ഫിലിം. ഒരുപാട് സന്തോഷം. ഋഷാദിക, എല്ലാവരോടും താങ്ക് യു. ആൻഡ് ഇനിയും ഇതുപോലെ ഒരുപാട് ആഘോഷവേളകളിൽ നമുക്ക് ഒരുമിച്ചുണ്ടാകാൻ ഭാഗ്യം ലഭിക്കട്ടെ. ഞാൻ അടുത്ത സിനിമകൾ ചെയ്യുന്ന കുറെ സംവിധായകർ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം വിപിൻ ദാസിന്റെ അടുത്ത സിനിമ ഞാനാണ് ചെയ്യുന്നത്, നിസാമിന്റെ അടുത്ത സിനിമ ഞാനാണ് ചെയ്യുന്നത്, വിഷ്ണുവിന്റെ അടുത്ത സിനിമ ഞാനാണ് ചെയ്യുന്നത്. എനിക്ക് വലിയ സന്തോഷമുണ്ട്. നിങ്ങൾ ഈ മാർക്കറ്റുള്ള കഴിവുള്ള സംവിധായകരൊക്കെ എന്നെ വെച്ച് സിനിമ എടുക്കുമെന്ന് അറിയുന്നതിൽ വലിയ സന്തോഷം. എല്ലാവരുടെ പ്രോജക്റ്റും ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ട് നോക്കുന്ന സിനിമകളാണ്. ആ സിനിമകൾക്കെല്ലാം ഇതുപോലൊരു സഹായം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ താങ്ക് യു.
താങ്ക്സ് അ ലോട്ട്. രാജേട്ടൻ, ഒറ്റ കാര്യം, ഒരൊറ്റ ഡൗട്ട് ഉണ്ട്. അതായത് നമ്മൾ ഈ മൂവിയുടെ പ്രൊമോഷൻ തൊട്ട് റിലീസ് ടൈമിലാണെങ്കിലും അത് കഴിഞ്ഞിട്ടാണെങ്കിലും നിങ്ങൾ തമ്മിൽ കാണുന്ന ഒരു കെമിസ്ട്രി ഉണ്ട്. അതായത് വേറെ ഒരു മൂവിയുടെ ആ ഒരു വേളകളിൽ നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു സന്തോഷം, അങ്ങോട്ടും ഇങ്ങോട്ടും കൗണ്ടറൊക്കെ അടിച്ച് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളിയാക്കി കാണുന്ന ഒരു ഡിഫറെന്റ് ടീമിനെ നമ്മൾ ഈ ഒരു മൂവിയിൽ പല സ്ക്രീനിലായിട്ടും പല ഇന്റർവ്യൂസിലായിട്ടും കണ്ടു. എന്താണ് അതിന്റെ പിറകിലുള്ള റീസൺ? സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഇതിനു മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ്. ആക്ച്വലി സിനിമയുടെ സ്വഭാവമാണ് സിനിമയുടെ ഒരു മേക്കിംഗ് പ്രോസസ്സിനെയും സിനിമയുടെ വിജയാഘോഷങ്ങളെയും ഓഫ് സ്ക്രീൻ ഇന്ററാക്ഷൻസിനെയും ഒക്കെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇവരെ പോലെയുള്ളതായിരിക്കും. പണ്ടൊക്കെ നമ്മൾ ചെയ്യുന്ന സിനിമയും അല്ലെങ്കിൽ എടുക്കുന്ന ഷോട്ടും തൊട്ടപ്പുറത്ത് കസേരയിൽ ഇരുന്ന് സംസാരിക്കാൻ തമ്മിൽ യാതൊരു ബന്ധം ഉണ്ടാകാറില്ല. പക്ഷെ അതല്ലാതെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആടുജീവിതത്തിന്റെ വിജയാഘോഷത്തിന് വന്നിട്ട് അയ്യോ നജീവൊക്കെ ചിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. ഓഫ് കോഴ്സ് ആ സിനിമ ചിത്രീകരിക്കുമ്പോൾ അതിനൊരു വർക്ക് സ്പേസിന്റെ ഒരു സ്വഭാവമുണ്ട്. അത് ഫുൾ ക്രെഡിറ്റ് ടു വിപിന്റെ ടീം, എന്നോടൊപ്പം അഭിനയിച്ചവർ. ഞാൻ പറഞ്ഞില്ലേ, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പുതിയതാണ് ഈ സിനിമയുടെ അനുഭവം. അവർക്കൊക്കെ ഒരു നോമായിരിക്കാം. അതെ, അതുകൊണ്ട് തന്നെ ആയിരിക്കും സ്വയം അമ്മാവനെന്ന് വിളിക്കുന്നത് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഇത്രയും ലുക്കുള്ള ഒരു അമ്മാവനാണെങ്കിൽ ഓക്കെ ആണ് അല്ലേ? യെസ്. സോ താങ്ക്സ് എ ലോട്ട് ഫോർ ജോയിനിങ് everybody. Let's give a big round of applause. താങ്ക് യു ഓൾ. ഇന്നെല്ലാവരും ഇവിടെ വന്നതിൽ വളരെ സന്തോഷം. ഇത് കുറച്ച് ചടങ്ങ് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് നീണ്ടുപോയി. ബിക്കോസ് പൃഥ്വിരാജ് ഒരു ചെറിയ സിനിമ സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പൃഥ്വിരാജിനെ കിട്ടാൻ കുറച്ച് ദിവസമായിട്ട് ഞാനും മുകേഷ് സാറും ഇങ്ങനെ പാടുപെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഫൈനലി വി മാനേജ് ടു ഗെറ്റ് ഹിസ് ഡേറ്റ്സ് ആൻഡ് വി ഗോട്ട് ടു മീറ്റ് എവറിബഡി ടുഡേ. ഈ സിനിമയുടെ പിന്നാലെ ഒരുപാട് പേര് വർക്ക് ചെയ്തിട്ടുണ്ട്. ഐ തിങ്ക് വിപിൻ എല്ലാ പേരുകളും മെൻഷൻ ചെയ്തു. ഞാൻ ആക്ടേഴ്സിനെ പ്രത്യേകമായി താങ്ക് യു പറയുന്നില്ല. നിങ്ങൾ എല്ലാവരും വന്നു, വളരെ നന്നായിട്ട് നിങ്ങളുടെ ജോലികൾ നിങ്ങൾ എല്ലാവരും ചെയ്തു. ആൻഡ് ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു എല്ലാവരും കൂടെ ഒരു ഫാമിലി ആയിട്ട് വർക്ക് ചെയ്യാൻ. ഇത് എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് ഇത്ര വലിയൊരു സെറ്റിൽ ഇത്ര പേരുടെ കൂടെ വർക്ക് ചെയ്യുന്നത്. സോ ഐ എം വെരി ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ ദാറ്റ് ഓൾ ഓഫ് യു കുഡ് കം ആൻഡ് ബി പാർട്ട് ഓഫ് ദിസ് ബിഗ് ഫാമിലി. But a cinema is obviously not just done by one person, it's team effort. Vipin, you've been the leader of the team. You were absolutely great. Kore dosam adikkanamnu thoni, പക്ഷെ ചെയ്തില്ല. എന്നാലും I am so happy that we have reached here today. 20 ദിവസം നമ്മൾ ആ വലിയ സെറ്റും മഴയും എല്ലാറ്റിൻ്റെ നടുക്കും ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റും എല്ലാം വെച്ചിട്ടൊരു ചെയ്ത സെറ്റായിരുന്നു. കുറേ ചാലഞ്ചസ് ഉണ്ടായിരുന്നു. ഇതൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല if I didn't have my team. Harris and Rini, please come to stage. The producer is not working in a vacuum. The producer works with the executive producer and the production controller. Mukesh sir, this project would not have happened without you. You have been amazing. Sarathi, you're not here right now, or you are here, I can't see where you are. But your support has been tremendous. But without these two gentlemen, this is our 8th film, barring one production which was done in Hindi. We have worked with Harris and Rini all through. Without both of them, we would not have been here today. ഒരുപാട് ചീത്ത വിളിച്ചിട്ടുണ്ട്, ഒരുപാട് ദേഷ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും കുറേ ആയിരക്കണക്കിന് ജൂനിയർ ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. അവരുടെ ഭക്ഷണം സമയത്തിന്, അവർക്ക് യൂസ് ചെയ്യാനുള്ള ടോയ്ലറ്റ് ഫെസിലിറ്റീസും ബാക്കിയെല്ലാം കറക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. എല്ലാം ഇവരുടെ മേലെയായിരുന്നു ആ ചുമതല. ആൻഡ് ഇറ്റ് വാസ് കണ്ടിന്യൂസ് more than 2 weeks of shooting in that particular spot with so many junior artists. So I am very, very grateful to my production team. This would not have happened without them. And Mukesh sir, special thank you to you. It is very rare to get partners in cinema who let you do what you want to do without interfering in every step of the way. You are one such partner, sir. You have given us so much freedom and so much guidance to execute the film the way we wanted to. Your support has been invaluable, and I look forward to doing many more such productions with you, sir. It has been a wonderful experience. And thank you to my chief cast, Mr. Basil. Thank you very much. Anashwara, Nikhila, you have been wonderful actors on the set. All of the senior actors, Baiju Jetan sir, Jagdish sir, Arvind, thank you all for being here today. And I truly appreciate the casting crew. And Prithvi, thank you for pulling me into your world and making me a part of it. I know I kept saying that, I don't know what is it that you do, but I see the magic now. Thank you so much. ഇപ്പോൾ വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് ഇത്രയും ടാലന്റഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടറിനെ ആക്ടറിനെയൊക്കെ അറിയാം. പക്ഷെ ഒരു വൻ ഡാൻസറിനെ ഞങ്ങൾ കണ്ടു ഈ ഒരു സിനിമയിൽ. എവിടെ നിന്നായിരുന്നു അതിന്റെ ആ ഒരു പ്രചോദനം? എവിടെയായിരുന്നു അതിന്റെ തുടക്കം? എന്താണ് ആ ഒരു കഥ?
അല്ല കഥ ഞാൻ എൻ്റെ അടുത്ത് ഡാൻസ് കളിക്കണമെന്ന് പറഞ്ഞു. അല്ല നിങ്ങൾ പറഞ്ഞു, എനിക്കറിയാം നിങ്ങൾ പറഞ്ഞു. അപ്പൊ ഇത്രയും ഷർവാണിയൊക്കെ ഇട്ട് വന്ന സ്ഥിതിക്ക് അപ്പൊ കൂടെ അപ്പുറത്ത് ഇന്റർകട്ടിൽ അപ്പുറത്ത് പെണ്ണു വീട്ടുകാർ ഡാൻസ് കളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതിൽ ഇവരൊക്കെ ഭയങ്കര ഡാൻസ് ആണെന്ന് പറഞ്ഞു. അപ്പൊ നല്ല പാട്ടുമാണ്. ഇനിയിപ്പോ നമ്മളായിട്ട് മോശമാക്കിയ ചെക്കൻ്റെ വീട്ടുകാർ മോശമാക്കി അത് മോശമല്ലേ എന്ന് വിചാരിച്ച് എന്നാൽ പിന്നെ രണ്ടും കൽപ്പിച്ചങ്ങ് കളിച്ചേക്കാം എന്നുള്ള രീതിയിൽ അവരെ തോൽപ്പിക്കണം എന്നുള്ളത് മാത്രമായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. അങ്ങനെ ഞങ്ങളുടെ സിജുവും സാഫും ഞങ്ങളുടെ ആഷിക്കും എല്ലാം കൂടെ ചേർന്ന് ഞങ്ങളങ്ങ് അതിനുവേണ്ടി മരിച്ചിറങ്ങുകയായിരുന്നു. പിന്നൊന്നും നോക്കിയില്ല. ആവശ്യമാണ് എന്താ പറയുക ഇന്നോവേഷൻസ് ഉണ്ടാക്കാന്ന് പറയില്ലേ, അതുപോലെയായിരുന്നു. ആവശ്യമാണ് ഞങ്ങളെ ഡാൻസേഴ്സ് ആക്കി മാറ്റിയത്. അപ്പൊ ഇനി വരുന്ന സിനിമയിലൊക്കെ ഡാൻസർ ആയിട്ട് ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതിനുശേഷം ഞങ്ങളൊരു ഡാൻസ് ചെയ്തു ഈ അടുത്ത്. പുറത്തു പറയില്ല, വരുമ്പോ അറിയാം. ഓക്കെ, ഒരൊറ്റ കാര്യം കൂടി. അതായത് ഇന്ന് ഇവിടെ വന്നപ്പോൾ തൊട്ട് കുറെ പേര് പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു കംപ്ലൈന്റ് ആണ് ആക്ച്വലി. അതായത് എല്ലാവരും പറഞ്ഞ കാര്യം, പ്രൊമോഷൻ ടൈമിലൊക്കെ പോയിട്ട് പല സ്ഥലങ്ങളിൽ ഞങ്ങളില്ലാണ്ട് പോയിട്ട് എല്ലാവർക്കും പാട്ട് പാടി കൊടുത്തു, ഞങ്ങളുടെ മുമ്പിൽ എന്താ പാട്ട് പാടി തരാതെ എന്നുള്ളതാണ് എല്ലാവരുടെയും ചോദ്യം. കുറെ പേര് കംപ്ലൈന്റ് ചെയ്തായിരുന്നു. അപ്പോ എല്ലാവർക്കും ആ പാട്ട് അത് കുഴപ്പമില്ല. അത് ഒരു വരി മതി ഞങ്ങൾക്ക് എല്ലാവർക്കും. ഏതെങ്കിലും പാടി ഇഷ്ടമുള്ള പാട്ട്. അതെ, അവിടുന്ന് ആരും പാടി ഓൾറെഡി. രാജേട്ടൻ നേരെ നോക്കിയിട്ട് പാടുന്നു. അപ്പൊ ഓർമ്മ വരുന്നത് ഹാർട്ട് ബീറ്റ് വാട്ടർ കല്ല് വാട്ടർ വെസ്റ്റ് കൊഞ്ചം കൂടി സ്റ്റൈലിൽ പോകാമോ, ഡാൻസ് ചെയ്യും കനവല്ല് ഡ്രോപ്പ് ചെയ്താലുണ്ടയില്ലേ ആകെ മൊത്തം പാടാറാണ് പനി പോലെ പാടാറും ഡിസീസ് പ്രേമം ഒപ്പം ചൊല്ലിലേ കഴിച്ചില്ലെങ്കിൽ ഞാൻ ബാക്കി പാടും. എനിക്ക് തോന്നുന്നു അടുത്ത സിനിമയിൽ ഇപ്പൊ ഒരു പ്ലേബാക്ക് സിംഗർ ആയിട്ട് കൂടി കാണേണ്ടി വരുമോ എന്നുള്ള സംശയങ്ങൾ. പക്ഷെ നമുക്ക് അവാർഡ്സിലേക്ക് കിടക്കും, അവാർഡ്സ് കൊടുക്കണം. പക്ഷെ അതിന് ഒരു പ്രാവശ്യം കൂടി ചോദിച്ചോട്ടെ, പുതിയ ഹെയർ സ്റ്റൈൽ ഒന്ന് കാണിച്ചു തരും? ഇല്ല, അതിന്റെ ടൊബീനോ അതിന്റെ പ്രൊഡ്യൂസർ അവൻ സമ്മതിക്കില്ല. എക്സ്ക്ലൂസീവ് ഹെയർ സ്റ്റൈൽ ഞങ്ങൾ കാത്തിരിക്കണം. നമസ്കാരം. പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ്, E4 എന്റർടൈൻമെന്റ്, ഈ രണ്ട് കമ്പനികളും ചേർന്ന് പിറവി നൽകിയ സിനിമയാണ് ഗുരുവായൂരമ്പലം നട. ഒരു വേറിട്ട അനുഭവം തന്നെയായിരുന്നു ഈ ചിത്രത്തിന്റെ ഷൂട്ടിങ്. നമ്മൾ ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ സിനിമയിൽ ഒരുപാട് കണ്ടിട്ടുണ്ട്. 10,000 പേരൊക്കെ ഒരു ദിവസം 2 ദിവസമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ സിനിമയിൽ ഉടനീളം ദിവസവും ഒരു 2,000 പേര്, അതാണ് 30 ദിവസം ഉണ്ടായിരുന്നു. പ്രൊഡ്യൂസർ ഊണ് കൊടുത്തൊരു വഴിയായി. ഇതിന്റെ ഷൂട്ടിങ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ രാവിലെ വരണം. അത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമുള്ളൊരു കാര്യമാണ്. എന്നാലും ഞാൻ രാവിലെ വരും. ഞാൻ വിളിച്ചു ചോദിക്കും, റെഡിയെടുത്ത് ചോദിക്കും, രാജു വന്നോ? രാജു വന്നു കഴിഞ്ഞാൽ ഞാനവിടെ എത്തിയാൽ മതി. ഒരു ദിവസം കൂടി പോയാൽ ഒരു ഷോട്ട്, അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 3 ഷോട്ട് മാക്സിമം. പക്ഷെ രാവിലെ വരണം, വൈകുന്നേരം 6 മണി വരെ അവിടെ ഇരിക്കണം. ആ സമയങ്ങളിൽ എൻ്റെ ഏറ്റവും വലിയ വിനോദമായിരുന്നു നമ്മുടെ ജഗദീഷ് ചേട്ടൻ. ഞങ്ങൾ രണ്ടുപേരും ഒരു ക്യാരവലിലായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കിയിരിക്കും. മാത്രമല്ല എന്നെ വിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കുറച്ച് ആളായിട്ട്. പുള്ളി ഇന്റർവ്യൂലൊക്കെ എത്ര വയസ്സായെന്ന് ചോദിച്ചാൽ പറയും, ഞാൻ ബൈജുവിൻ്റെ ജസ്റ്റ് സീനിയറായിട്ട് സ്കൂളിൽ പഠിച്ചാണെന്ന് പറയും, മോഡൽ സ്കൂളിൽ. അങ്ങനെ എന്നെ വിറ്റ് കുറച്ചാളായിട്ട് മിമിക്രിയൊക്കെ ചെയ്ത് ജീവിക്കുകയാണ്. പിന്നെ വിപിൻ ദാസിന്റെ ആദ്യത്തെ സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, മുത്തു ഗൗ എന്ന് പറയുന്ന സിനിമ. അന്ന് ആ സിനിമ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. ഞാൻ പക്ഷേ ആ സിനിമയൊക്കെ കഴിഞ്ഞപ്പോൾ വിപിൻ ദാസിന്റെ ഒരു ഹ്യൂമർ സെൻസ് മനസ്സിലാക്കിയിട്ട് ഞാൻ പറഞ്ഞു, അടുത്ത ഒരു പ്രിയദർശനാണ്, വേണമെങ്കിൽ കുറിച്ച് വെച്ചോ എന്ന് പറഞ്ഞു. സത്യമായിട്ട് ഞാൻ പറഞ്ഞ വാക്കാണ്. വിപിൻ ദാസ് പറയട്ടെ, അല്ലെങ്കിൽ ചിലപ്പോൾ പ്രിയഞ്ചേട്ടനെ പോലെ ഒരു 103 സിനിമ ചെയ്യാൻ പറ്റിയില്ലെന്ന് വരും. എങ്കിലും മറ്റൊരു പ്രിയദർശൻ തന്നെയാണ് മലയാളത്തിൽ, അതിന് യാതൊരു സംശയമില്ല. പിന്നെ ഈ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഡബിങ് ഏതാണ്ട് മാർച്ച് അവസാനം കണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മകളുടെ കല്യാണം ഏപ്രിൽ 5-നായിരുന്നു. അപ്പോൾ ബാങ്കിൽ കാശ് വന്നു കഴിഞ്ഞപ്പോൾ ഒരു 5 ലക്ഷം രൂപ കൂടുതൽ നടന്ന സംഭവമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇതിപ്പോൾ എന്താ ചെയ്യത്, കിട്ടേണ്ടതിനേക്കാളും 5 ലക്ഷം രൂപ കൂടുതൽ വന്നിരിക്കുന്നു, ഇവർക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയായി. അപ്പം ഞാൻ അങ്ങോട്ട് വിളിച്ച് പറയുന്നില്ല എന്ന് നല്ലതെന്ന് പറഞ്ഞിട്ട് ഞാൻ അക്കൗണ്ടിനെ വിളിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ അയച്ചാൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ? ഇല്ല, ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയാൻ. ആ ശരിയാണ്, 5 ലക്ഷം രൂപ കൂടുതൽ അയച്ചേട്ടോ. ഞാൻ സത്യത്തിൽ വിചാരിച്ചെന്നറിഞ്ഞ എൻ്റെ മോളുടെ കല്യാണത്തിന് രാജി ഗിഫ്റ്റ് തന്നായിരിക്കും. പിന്നെയാണ് അറിഞ്ഞത് ഒരു അബദ്ധമാണെന്ന്.
എന്തായാലും ഭയങ്കര രസകരമായ ഷൂട്ടിംഗ് ആയിരുന്നു. ഈ പറഞ്ഞ മാതിരി ഒരുപാട് ആൾക്കാർ ഈ സിനിമയിൽ നമുക്ക് ഒന്നിച്ച് സഹകരിക്കാൻ പറ്റി. രാജു സംവിധാനം ചെയ്യുന്ന എമ്പുരാനിൽ ഞാൻ അഭിനയിച്ചു. ഇനി കുറച്ച് പരിപാടികൾ ബാക്കിയുണ്ട്. അത് അടുത്ത മാസമൊക്കെ ആകുമ്പോൾ നടക്കും തോന്നുന്നു. ഞാൻ ഒരുപാട് സംവിധായകരുടെ കീഴിൽ അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് അങ്ങനെ ഒരു സംവിധായകന്മാരെയും പ്രത്യേകിച്ച് ഭയമൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ ഞാൻ കറക്റ്റായിട്ട് രാവിലെ സമയത്ത് ഷൂട്ടിങ്ങിന് പോയത് രാജു സംവിധാനം ചെയ്ത സിനിമയിലാണ്. കാരണം ഈ നേരത്തെ ജഗദീഷേട്ടൻ പറഞ്ഞ പോലെ ആള് ഭയങ്കര സ്നേഹമൊക്കെയാണ്, പക്ഷെ ഭയങ്കര ഹൈലി പ്രൊഫഷണലിസ്റ്റാണ് ആള്. നമ്മൾ രാവിലെ കറക്റ്റ് സമയത്തിന് ഒരു നോട്ടമൊക്കെ ഉണ്ട്, ഒരു നോട്ടം മാത്രമേ ഉള്ളൂ. അത് കാണുമ്പോൾ എനിക്ക് സുഖോട്ടന് ഓർമ്മ വരും. സുഖോട്ടൻ്റെ അതേ നോട്ടമാണ്. എന്തായാലും വളരെ സന്തോഷം. നമ്മൾ സാധാരണ ഇതിൽ പറഞ്ഞാൽ ഈ ഹിറ്റാകുന്ന സിനിമകളിൽ അഭിനയിക്കാൻ പറ്റുക എന്ന് പറയുന്നതാണ് ഒരു നടനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കില്ല, അത് ഒത്തുവരണം. അതിൻ്റെ എല്ലാ ചേരുവകളും ഒത്തുചേരുമ്പോഴാണ് ഒരു സിനിമ വിജയമാകുന്നത്. ഇവിടെ എത്രയോ സിനിമകൾ ഇറങ്ങുന്നുണ്ട്, പക്ഷെ വിജയം ആഘോഷിക്കുന്ന സിനിമകൾ വളരെ കുറവാണ്. അപ്പോൾ ഇതിൻ്റെ ഗുരുവായൂരമ്പലം നടയിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞ് വളരെ സന്തോഷം. എല്ലാവരോടും ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു.